ഈ വീഡിയോയിൽ വളരെ ക്വിക്കായിട്ട് കുറച്ച് ഗ്ലോബൽ അപ്ഡേറ്റ്സ് അതാണ് നമ്മൾ ഇതിനകത്ത് കവർ ചെയ്യുന്നത്. അപ്പോൾ ഇതിൽ റഷ്യ ഉക്രൈൻ്റെ മേളിൽ ആക്രമണം നടത്താനുള്ള തയ്യാറെടുപ്പിലാണെന്നുള്ള വാർത്തയാണ് പുറത്തു വരുന്നത്. സെമി റീജിയനിൽ നല്ല രീതിയിലുള്ള ആക്രമണം കാഴ്ചവെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ കീവ് ഏരിയ മൊത്തത്തിൽ ഒരു റെഡ് അലേർട്ടാണ് പുറപ്പെടുവിച്ചിരിക്കുന്നത്. ഇത് ഉക്രൈൻ തന്നെയാണ് പുറപ്പെടുവിച്ചിരിക്കുന്നത്. കാരണം ഉക്രൈൻ പ്രതീക്ഷിക്കുന്നുണ്ട് റഷ്യ ഈ തലസ്ഥാന നഗരമായിട്ടുള്ള കീവ് നല്ല രീതിയിൽ ആക്രമിക്കാനുള്ള സാധ്യത കാണുന്നുണ്ട്. അത് ഉക്രൈൻ്റെ ഇൻ്റലിജൻസ് റിപ്പോർട്ടുമായിട്ട് ബന്ധപ്പെട്ടാണ് ഈ ഒരു വാർത്ത പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. ഇതിലുപരിയായിട്ട് റഷ്യ 2-3 സ്ഥലങ്ങൾ കൂടെ ടാർഗറ്റ് ചെയ്ത് ഇന്നലെ അറ്റാക്ക് നടത്തിയിട്ടുണ്ട്. അതായത് ഇത് അവരുടെ റെഗുലർ ആയിട്ടുള്ള ആ ഒരു മിലിറ്ററി ഓപ്പറേഷൻസിൻ്റെ ഭാഗമായിട്ടാണ് ഈ ഒരു ആക്രമണം ഇവിടെയൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നത്. അതിലുപരിയായിട്ട് റഷ്യ ഉക്രൈൻ നടത്തിയ ഒരു സ്ട്രാറ്റജിക് അറ്റാക്ക് ഉണ്ടായിരുന്നല്ലോ 2 ദിവസങ്ങൾക്ക് മുമ്പ്. അപ്പോൾ ആ ഒരു അറ്റാക്കുമായിട്ട് ബന്ധപ്പെട്ട് പ്രത്യേകിച്ച് ആ ഒരു അറ്റാക്കിനെതിരെ ആ രീതിയിൽ വൻ ആക്രമണം അഴിച്ചുവിടാനുള്ള സാധ്യതയാണ് കാണുന്നത്. ഖാർക്കേവ്, ഒഡേഷ എന്ന് പറഞ്ഞ സ്ഥലങ്ങളിലൊക്കെ കനത്ത ജാഗ്രതയാണ് ഉക്രൈൻ പുലർത്തുന്നത്. ഈ ഭാഗങ്ങളിലൊക്കെ ഇന്നലെ ആക്രമണം നടന്നിട്ടുമുണ്ട്. എന്തായാലും റഷ്യ തിരിച്ചടിക്കുമെന്നുള്ള ഒരു കാര്യം ഉറപ്പാണ്. അപ്പോൾ അത് ഉറപ്പായ സ്ഥിതിക്ക് ഉക്രൈൻ ജാഗ്രതയോടെ തന്നെയാണ് പെരുമാറുന്നത്. അപ്പം ശരിക്കും കുറച്ച് ടൈം എടുത്ത് റഷ്യ കൃത്യമായി അറ്റാക്ക് ചെയ്യാനുള്ള പദ്ധതിയാണ് ഒരുക്കുന്നതായിട്ട് മനസ്സിലാക്കാൻ പറ്റുന്നത്. ഇസ്താൻബുളിൽ ഒരു സമാധാന ചർച്ച അല്ലെങ്കിൽ ഇസ്താൻബുളിൽ ഒരു കൂടിക്കാഴ്ച നടക്കുന്നതിന് തൊട്ട് മുമ്പുള്ള ആ ഒരു രാത്രിയാണ് ഉക്രൈൻ ഈ രീതിയിൽ ഒരു കനത്ത ആക്രമണം റഷ്യക്കുള്ളിൽ അഴിച്ചുവിട്ടത്. അപ്പോൾ അതിൻ്റെ അർത്ഥം ശരിക്കും ഉക്രൈൻ അവിടെ ഒരു പീസ് ആഗ്രഹിക്കുന്നില്ല എന്ന് തന്നെയാണ് പൊതുവിൽ മനസ്സിലാക്കാൻ പറ്റുന്നത്. ഇത് തന്നെയാണ് നമ്മൾ പലപ്പോഴായിട്ട് നമ്മളുടെ വാർത്തയിൽ നമ്മൾ എടുത്തു പറഞ്ഞിട്ടുള്ള കാര്യം. എപ്പോഴൊക്കെ ഒരു ചർച്ച തയ്യാറാകുന്നുണ്ടോ, എപ്പോഴൊക്കെ ഒരു ചർച്ച റെഡിയാകുന്നുണ്ടോ, അപ്പോഴൊക്കെ ഒരു ആക്രമണം ഉക്രൈൻ്റെ ഭാഗത്തു നിന്നുണ്ടാവും. അത് വളരെ പെർഫെക്റ്റ് ആയിട്ട് അവർ ചെയ്തിട്ടുണ്ട്. അതായത് ഇത് ഉക്രൈൻ സ്വമേധയാ ചെയ്യുന്ന പ്രവൃത്തിയല്ല. ഉക്രൈൻ്റെ പുറകിൽ നിന്നും ചരട് വലിക്കുന്ന ആൾക്കാർ, അത് നാറ്റോ ആയിക്കോട്ടെ, അമേരിക്കൻ ഡീപ് സ്റ്റേറ്റ് ആയിക്കോട്ടെ, അമേരിക്ക ആയിക്കോട്ടെ, ജർമ്മനി ആയിക്കോട്ടെ, പല രാജ്യങ്ങളും ഇതിൻ്റെ പുറകിൽ ഉണ്ടാവാം. അത് ആരുടെ താല്പര്യമാണെങ്കിലും ഉക്രൈനെ വെച്ചിട്ട് നന്നായിട്ട് ചരട് വലിക്കുന്നുള്ള കാര്യമാണ് നമ്മൾ പൊതുവിൽ ഇതിനകത്ത് മനസ്സിലാക്കാൻ പറ്റുന്നത്. ഇനി റഷ്യ യുദ്ധങ്ങളുടെ പോളിസീസ്, ഒരു അന്താരാഷ്ട്ര നിയമമൊക്കെ ലംഘിച്ചുകൊണ്ട് മുന്നോട്ട് ആക്രമണം നടത്താനുള്ള സാധ്യത വളരെ കൂടുതലാണെന്നാണ് പറയുന്നത്. ക്ലസ്റ്റർ ബോംബിംഗ് ഉപയോഗിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണെന്നാണ് ഉക്രൈൻ പറഞ്ഞിരിക്കുന്നത്. ഇത് പറയുന്നത് മാത്രമല്ല, നാറ്റോ ഇൻ്റലിജൻസിൻ്റെ വിവരം കിട്ടിയതിനെ തുടർന്നാണ് ക്ലസ്റ്റർ ബോംബുകൾ അഡ്വാൻസ്ഡ് ആയിട്ട് തന്നെ ഉക്രൈൻ്റെ ഉള്ളിലേക്ക് നാറ്റോ രാജ്യങ്ങൾ സപ്ലൈ സ്റ്റോർ ചെയ്ത് വെച്ചിരിക്കുന്നത്. അപ്പോൾ ഇത് ഒരു സൈഡിൽ ഇങ്ങനെ ഇരിക്കെ തന്നെ ഇസ്താൻബുളിൽ നടന്ന ചർച്ച നിരുപാധികം റഷ്യ തള്ളിക്കളഞ്ഞിട്ടുണ്ട്. അതായത് അതിനകത്ത് വെച്ച കണ്ടീഷൻസ്, അമേരിക്കയെ എടുത്ത് എന്ത് കണ്ടീഷനാണോ റഷ്യ വെച്ചിരുന്നത്, സെയിം കണ്ടീഷനാണ്. നാറ്റോ പ്രസൻസ് ഉക്രൈനിൽ ഉണ്ടാവാൻ പാടില്ല, നാറ്റോയുടെ സെക്യൂരിറ്റി സംവിധാനം റഷ്യയുടെ 7 അയലത്തുള്ള രാജ്യങ്ങളിൽ എങ്ങും തന്നെ വരാൻ പാടില്ല എന്നുള്ള ഈ ഒരു കണ്ടീഷൻ തന്നെയാണ് വെച്ചിരിക്കുന്നത്. ഇത് സെയിം കണ്ടീഷൻസ്, അതേപോലെ പിടിച്ചെടുത്ത സ്ഥലങ്ങളൊന്നും തിരിച്ചു കൊടുക്കാൻ സാധ്യമല്ല എന്നുള്ളതാണ്. ഈ റഷ്യ ഉക്രൈൻ യുദ്ധത്തിൽ ഏറ്റവും കൂടുതൽ ലാഭമുണ്ടാക്കിയ ഒരു രാജ്യമുണ്ട്, അതാണ് നോർവേ. അവർ വളരെ സൈലന്റ് ആയിട്ട് ഇരുന്നുകൊണ്ട് നല്ല രീതിയിലുള്ള വരുമാനം ഉണ്ടാക്കുന്നുണ്ട്. അത് ഗ്യാസ് വിൽപ്പന ത്രൂ ആണ് അവർ ഈ ഒരു ഇൻകം മൊത്തം നേടുന്നത്. ഏതാണ്ട് ഉക്രൈൻ്റെ ഉള്ളിൽ $1 ബില്യൺ വെർത്ത് വരുന്ന ഗ്യാസിന്റെ ഷോർട്ടേജ് ഉണ്ടെന്നാണ് പറയുന്നത്. അത് ശരിക്കും പറഞ്ഞാൽ ഉക്രൈൻ ത്രൂ കടന്നു പോകുന്ന ഗ്യാസ് പൈപ്പ് ലൈൻസും കാര്യങ്ങളൊക്കെ ആയിട്ട് ഈ റഷ്യ ഉക്രൈൻ യുദ്ധം തുടങ്ങിയതിന് ശേഷം യൂറോപ്പ് മേഖലയിൽ മൊത്തത്തിൽ റഷ്യ കൊടുത്തുകൊണ്ടിരുന്ന ഒരു ഗ്യാസ് സപ്ലൈ അതുമായിട്ട് ബന്ധപ്പെട്ടൊക്കെ കമ്പയർ ചെയ്ത് നോക്കുമ്പോഴത്തേക്കും ഉക്രൈനിലുണ്ടായ നഷ്ടക്കണക്കാണ് ഈ ഒരു 1 ബില്യൺ എന്ന് പറയുന്നത്. അപ്പോൾ ആ ഒരു നഷ്ടക്കണക്ക് നികത്താൻ വേണ്ടിയിട്ട് ശരിക്കും നോർവേ അവർ നടത്തുന്ന ടോട്ടൽ ഗ്യാസ് സപ്ലൈ, അതായത് റഷ്യയുടെ അടുത്ത് നിന്നും യൂറോപ്യൻസ് എവിടെയൊക്കെ റഷ്യ ഗ്യാസ് സപ്ലൈ ചെയ്തുകൊണ്ടിരുന്നോ ആ മേഖലയിലൊക്കെ ഇപ്പം നോർവേ ആണ് ഈ ഒരു ഗ്യാസ് സപ്ലൈ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഈ യൂറോപ്യൻ മേഖലയിൽ നോർവേ നടത്തുന്ന ഈ ഒരു ഗ്യാസ് കച്ചവടത്തിന്റെ 30%, വരുമാനത്തിന്റെ 30% ഉക്രൈനിൽ സ്പെൻഡ് ചെയ്യാം എന്നാണ് നോർവേ പറഞ്ഞിരിക്കുന്നത്. കാരണം ഇത് യൂറോപ്യൻ യൂണിയനിൽ ചോദ്യം ചെയ്യപ്പെടുന്നുണ്ട്, അതുപോലെ തന്നെ ഈ ഒരു നാറ്റോ രാജ്യങ്ങളുടെ ഇടയിലും ഇത് ചോദ്യം ചെയ്യപ്പെടുന്നുണ്ട്. അതുകൊണ്ടാണ് നോർവേ ഇങ്ങനെ സ്വമേധയാ മുന്നോട്ട് വന്ന് ഈ ഒരു തീരുമാനം അങ്ങ് അറിയിച്ചത്. കാരണം ഇനിയിപ്പോൾ ഇവർ കണക്കൊക്കെ എഴുതി കൂട്ടി തീരുമാനിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ചിലപ്പം 30% അല്ല, ചിലപ്പോൾ 50% ചോദിച്ചാലായി. അപ്പോൾ അതുകൊണ്ട് ഒരു മുൻകരുതൽ എന്നുള്ള നിലയിൽ നോർവേ സ്വമേധയാ മുന്നോട്ട് വന്നിട്ട് 30% ഞാൻ ഉക്രൈന് വേണ്ടിയിട്ട് സ്പെൻഡ് ചെയ്യാമെന്ന് സെൽഫായിട്ട് തന്നെ അങ്ങ് പറഞ്ഞിരിക്കുകയാണ്. റഷ്യയുടെ 41 എയർക്രാഫ്റ്റുകൾ ഉക്രൈൻ അറ്റാക്ക് ചെയ്യുന്നതുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഈ ഒരു വിഷയത്തിൽ അമേരിക്ക ഇതുവരെ ഒരു രീതിയിലുള്ള കമൻറ്റും പാസ്സാക്കിയിട്ടില്ല. പിന്നെ രണ്ടാമത്, ആദ്യമേ പറഞ്ഞത് ട്രംപ് കേട്ടില്ല, ട്രംപ് അറിഞ്ഞില്ല, ട്രംപ് ഗോൾഫ് കളിക്കാൻ പോയിരുന്നു, അതുകൊണ്ടാണ് മറുപടിയില്ല എന്നൊക്കെ പറഞ്ഞ് വാർത്തകളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. പക്ഷേ ഈ നിമിഷം വരെ അറിഞ്ഞില്ല എന്നുള്ളത് വിശ്വസിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് അമേരിക്കയുടെ സൈഡിൽ നിന്ന് ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഒരു കമന്റും വന്നിട്ടില്ല. അമേരിക്ക എന്ന് മാത്രമല്ല, ഇന്ത്യ ആയിക്കോട്ടെ, ചൈന ആയിക്കോട്ടെ, ബ്രിക്സുമായിട്ട് ബന്ധപ്പെട്ട രാജ്യങ്ങളായിക്കോട്ടെ, ഈ കൂട്ടായ്മയിൽ നിന്ന് തന്നെ ഒരു രീതിയിലുള്ള പ്രതികരണങ്ങളും ഈ റഷ്യക്കുള്ളിൽ നടത്തിയ ആക്രമണത്തിനെ എതിർത്തുകൊണ്ടോ അതിനെ കണ്ടംപ്റ്റ് ചെയ്തുകൊണ്ടോ അല്ലെങ്കിൽ അതുമായിട്ട് ബന്ധപ്പെട്ട് ഏതെങ്കിലും പരാമർശങ്ങളോ ഏതെങ്കിലും രീതിയിൽ ഒരു ചെറിയ രീതിയിലുള്ള ഒരു അടിക്കുറിപ്പ് പോലും ഒരു രാജ്യങ്ങളും പറഞ്ഞിട്ടില്ല എന്നുള്ളതാണ് ഇതിൽ ശ്രദ്ധേയമായിട്ട് നോക്കിക്കാണേണ്ടത്.
ഉക്രൈൻ്റെ ഡിഫൻസ് പ്രസിഡന്റ് എന്നറിയപ്പെടുന്ന ആൻഡ്രിയ മാർക്ക് അമേരിക്കയ്ക്ക് യാത്ര ചെയ്യുകയാണ്. അതായത് അമേരിക്കയ്ക്ക് പോകുന്നത് എന്തിനാണെന്ന് നമുക്കറിയത്തില്ല. ലേറ്റസ്റ്റ് ആയിട്ട് ഉക്രൈൻ റഷ്യയ്ക്കുള്ളിൽ നടത്തിയ ഈ ഒരു ആക്രമണത്തിൽ, അല്ലെങ്കിൽ ഇവർ നടത്തിയ ഗൂഢാലോചനയിൽ, അല്ലെങ്കിൽ അമേരിക്കൻ ഡീപ് സ്റ്റേറ്റുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് ഏത് രീതിയിലാണ് അടുത്ത നെക്സ്റ്റ് ലെവൽ മൂവ്മെന്റ് എന്നുള്ള രീതിയിൽ ഡിസ്കഷൻ ചെയ്യാനാണോ എന്നുള്ള ഡൗട്ടും കൂടി വരുന്നുണ്ട്. പക്ഷേ ഇതിനകത്ത് ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, റഷ്യ സുമി റീജിയനിൽ നിർണായകമായിട്ടുള്ള മുന്നേറ്റം, അതായത് 235 സ്ക്വയർ കിലോമീറ്റർ പിടിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ അവരുടെ എക്സ്പാൻഷൻ തിയറി മുന്നോട്ട് കൊണ്ടുപോവുകയാണ്. അതിശക്തമായ രീതിയിൽ ഉക്രൈൻ്റെ സ്ഥലങ്ങൾ കയറി പിടിക്കാനുള്ള ഒരു പദ്ധതിയാണ് റഷ്യ ഇപ്പോൾ ആസൂത്രണം ചെയ്തിരിക്കുന്നത്. ഒരുപക്ഷെ റഷ്യയുടെ തിരിച്ചടി എന്നുള്ളത് കൂടുതൽ സ്ഥലങ്ങൾ കയറി പിടിച്ചുകൊണ്ടാവാം എന്നും കൂടി ഒരു അനാലിസിസ് റിപ്പോർട്ട് വരുന്നുണ്ട്. ഇപ്പൊ ട്രംപ് പറഞ്ഞിരിക്കുന്നത്, അതായത് ഈ 3 അംഗങ്ങൾ ചേർന്നുള്ള ഒരു മീറ്റിംഗ്, 3 അംഗങ്ങൾ ഉദ്ദേശിക്കുന്നത് മിഡിൽ ചെയറിൽ ഡൊണാൾഡ് ട്രംപും ഒരു സൈഡിൽ റഷ്യ, മറ്റൊരു സൈഡിൽ ഉക്രൈൻ. അതിൽ ഉദ്ദേശിക്കുന്നത് വ്ളാഡിമിർ പുടിനും വ്ളാഡിമിർ സെലൻസ്കിയും. ഞങ്ങൾ 3 പേരും കൂടെ ചേർന്ന് ഇരുന്ന് ഒരു ഡിസ്കഷനിൽ ഏർപ്പെട്ട് കഴിഞ്ഞാൽ ഈ ഒരു യുദ്ധത്തിന് ഒരു സമാധാനം ഉണ്ടാക്കാൻ കഴിയുമെന്നാണ് ട്രംപ് പറയുന്നത്. ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റുന്നത്, ഉക്രൈൻ റഷ്യക്കുള്ളിൽ നടത്തിയ ഒരു ആക്രമണം, ഇസ്താൻബുളിൽ നടന്നുകൊണ്ടിരുന്ന റഷ്യ ഉക്രൈൻ മീഡിയേഷൻ ചർച്ച, 3 പേരും കൂടെ ചേർന്നിട്ട് സംസാരിച്ചു കഴിഞ്ഞാൽ ഈ യുദ്ധത്തിന് ഒരു തീരുമാനം ഉണ്ടാക്കാൻ കഴിയുമെന്ന് പറയുന്ന ഒരു പ്രഖ്യാപനം. ഇതെല്ലാം കൂടെ കൂട്ടിച്ചേർത്ത് വായിക്കുമ്പോഴത്തേക്കും അമേരിക്കയുടെ മീഡിയേഷനിൽ നിന്നും ഇസ്താൻബുളിലേക്ക് തുർക്കി ആസ്ഥാനമാക്കിക്കൊണ്ട് ഉക്രൈനും റഷ്യയും കൂടി ഒരു കൂടിക്കാഴ്ചയ്ക്ക് എത്തിയത് ട്രംപിന് താല്പര്യപ്പെട്ടില്ല എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. പൊതുവിൽ ഇങ്ങനെ ഒരു സംസാരം കൂടി ഉണ്ട്. കാരണം ഈ റഷ്യ ഉക്രൈൻ യുദ്ധം നിർത്തുമെന്നുള്ളത് ഡൊണാൾഡ് ട്രംപിന്റെ ഇലക്ഷൻ പ്രഖ്യാപനമാണ്. ഇത് വളരെ നിർണായകമായിട്ടൊരു പോയിന്റാണ്. ഇതുമായിട്ട് ബന്ധപ്പെട്ട അഭിപ്രായം ഞാൻ നിങ്ങൾക്ക് തന്നെയാണ് വിടുന്നത്. അത് പ്രേക്ഷകരായി നിങ്ങളാണ് തീരുമാനിക്കേണ്ടത്. ഉക്രൈനിലെ സെലൻസ്കി ഒരു സ്റ്റേറ്റ്മെന്റ് പറഞ്ഞിരിക്കുകയാണ്, G7 രാജ്യങ്ങൾ ചൈനയ്ക്ക് സാങ്ഷൻസ് കൊണ്ടുവരണം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇത് കേട്ട് കഴിഞ്ഞാൽ അമേരിക്ക അങ്ങ് പുളകം കൊള്ളും. കാരണം ചൈനയ്ക്ക് ഒരു സാങ്ഷൻസ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഇതുപോലെയുള്ള വാർത്തകളൊക്കെ കേൾക്കാൻ വേണ്ടിയിട്ടാണ് ട്രംപ് ഇങ്ങനെ കാത്തിരിക്കുന്നത്. അപ്പോൾ അത് പറഞ്ഞിരിക്കുന്ന വിഷയം എന്ന് പറഞ്ഞാൽ, റഷ്യക്ക് ഏറ്റവും കൂടുതൽ ആയുധം നൽകി സപ്പോർട്ട് ചെയ്ത് ഈ യുദ്ധം മുന്നോട്ട് കൊണ്ടുപോകാൻ റഷ്യയെ ഏറ്റവും കൂടുതൽ സഹായിക്കുന്നത് ചൈനയാണെന്നാണ് പറയുന്നത്. ഇത്രയും നാളും നോർത്ത് കൊറിയയാണെന്ന് പറഞ്ഞുകൊണ്ടിരുന്നു, ഇപ്പൊ ചൈനയാണെന്ന് പറഞ്ഞിട്ടാണ് ചൈനയെ G7 രാജ്യങ്ങൾ ഉപരോധിക്കണം എന്നുള്ള ഒരു സ്റ്റേറ്റ്മെന്റുമായിട്ട് ഉക്രൈനിലെ സെലൻസ്കി മുന്നോട്ട് വരുന്നത്. ട്രംപ് പറഞ്ഞിരിക്കുന്നത് യൂറോപ്പ് ഞെട്ടലിലാണ്. ട്രംപ് ഒരു ട്വീറ്റാണ് ഇട്ടിരിക്കുന്നത് കേട്ടോ. പറഞ്ഞിരിക്കുന്നത് യൂറോപ്പ് ഞെട്ടിപ്പോയെന്ന്. എന്തിനാണ് ഞെട്ടിയത്? പോളണ്ടിൽ ട്രംപിനെ അനുകൂലിക്കുന്ന ആ ഒരു ഗവൺമെന്റ് തന്നെയാണ് വീണ്ടും ഇലക്ഷൻ വിജയിച്ചിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ഇത് പോളണ്ടിന് മാത്രമല്ല അമേരിക്കയ്ക്കും കൂടി കിട്ടിയ ഒരു വിജയമാണെന്നാണ് ട്രംപ് കുറിച്ചിരിക്കുന്നത്. അപ്പൊ ഇത് ശരിക്കും യൂറോപ്പിന്, അതായത് യൂറോപ്പ് നിങ്ങൾ കണ്ടോളൂ, ഇതാണ് അമേരിക്കയുടെ വിജയം എന്നുള്ള നിലയിലാണ് ഈ ഒരു ട്വീറ്റ് ഡൊണാൾഡ് ട്രംപിന്റെ ഭാഗത്ത് നിന്ന് വന്നിരിക്കുന്നത്. കുറച്ചുകൂടെ മെച്ചൂർഡായിട്ടുള്ള സ്റ്റേറ്റ്മെന്റുകളാണ് ഈ ലോകം അമേരിക്കൻ പ്രസിഡന്റ് എന്നുള്ള നിലയിൽ നോക്കി കാണുന്നത്. ഇപ്പൊ നമ്മൾ നോക്കുന്ന വിഷയം എന്ന് പറഞ്ഞാൽ പാകിസ്ഥാനാണ്. പാകിസ്ഥാന്റെ ഉള്ളിൽ ശരിക്കും ജൂൺ 1-ാം തീയതി മുതൽ ഈ നിമിഷം വരെ ഏതാണ്ട് 13 പ്രാവശ്യം എർത്ത് ക്വൈക്ക് വരുന്നത് പോലെ ഒരു ഫീൽ, ഒരു സൗണ്ട്, ഇതെല്ലാം അനുഭവപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഈ ഒരു എർത്ത് ക്വൈക്ക് വരുന്നതിന്റെ ഭീഷണിയുമായിട്ട് ബന്ധപ്പെട്ട് കറാച്ചിയിലുള്ള ഒരു ജയിലിൽ അവിടുത്തെ അന്തേവാസികൾ, ഈ ക്രിമിനൽസ് എല്ലാം കൂടെ ആ ജയിലർമാരെയൊക്കെ ഭീഷണിപ്പെടുത്തി, അതായത് ഭൂചലനം വരാൻ പോകുന്നു എന്നുള്ള രീതിയിൽ അവിടുത്തെ തോക്കും കാര്യങ്ങളൊക്കെ എടുത്ത് അവിടെ തന്നെ ആ ജയിലർമാരെയൊക്കെ ആക്രമിച്ചുകൊണ്ട് ജയിൽ ചാടിയിരിക്കുകയാണ്. ഏതാണ്ട് 250 മുതൽ 300 ക്രിമിനൽസ് ആണ് രക്ഷപ്പെട്ടിരിക്കുന്നത്. അപ്പോൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട് പാകിസ്ഥാൻ സർക്കാർ ഒരു പൊതു പ്രഖ്യാപനം, പബ്ലിക് അവയർനെസ്സിന് വേണ്ടിയിട്ട് നോട്ടീസ് ഇഷ്യൂ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത് പാകിസ്ഥാൻ ഗവൺമെന്റിൽ, പാകിസ്ഥാൻ പോലീസിന്റെ ഒരു സുരക്ഷാ വീഴ്ചയായിട്ടാണ് ഇത് കരുതുന്നത്. അപ്പോൾ എന്തായാലും പൊതുജനങ്ങൾക്ക് മുൻകരുതൽ എടുക്കാനുള്ള നോട്ടീസാണ് ഇഷ്യൂ ചെയ്തിരിക്കുന്നത്. ഇനിയിപ്പോൾ നമ്മൾ നേരെ ഗാസയിലേക്ക് വന്നു കഴിഞ്ഞാൽ IDF സോൾജേഴ്സ് ആയിട്ടുള്ള 3 പേര് കൊല്ലപ്പെട്ടിട്ടുണ്ട്. അതായത് ഇതിന്റെ ക്ലെയിം എന്ന് പറഞ്ഞാൽ ഇസ്രായേൽ പറയുന്നത് ഒരു തരത്തിലും ഹമാസ് പറയുന്നത് വേറൊരു തരത്തിലുമാണ്. ഇതിന്റെ ഫാക്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇസ്രായേൽ അതിശക്തമായ രീതിയിലുള്ള ആക്രമണങ്ങൾ അഴിച്ചുവിട്ടുകൊണ്ടിരിക്കുകയാണ്. അത് നമ്പർ 1. അത് എന്തുകൊണ്ടാണെന്ന് പറഞ്ഞാൽ ഇപ്പം ഏതാണ്ട് 70-75% സ്ഥലം IDFന്റെ കസ്റ്റഡിയിൽ ഓൾറെഡി തന്നെ ഉണ്ട്. അപ്പോൾ ബാക്കിയുള്ള സ്ഥലത്താണ് ഏറ്റവും കൂടുതൽ ഈ ഒരു തീവ്രവാദികൾ തമ്പടിച്ചിരിക്കുന്നത്. അപ്പം ഞാൻ ഇതിന് മുമ്പിട്ട വീഡിയോയിൽ തന്നെ രാവിലത്തെ അപ്ഡേഷനിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഗാസയ്ക്കുള്ളിൽ ഡസൻസ് ഓഫ് തീവ്രവാദ കേന്ദ്രങ്ങൾ ഫോക്കസ് ചെയ്തുകൊണ്ട് IDF മുന്നോട്ട് ഇറങ്ങുന്നു എന്നുള്ളൊരു വാർത്ത ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. യഥാർത്ഥത്തിൽ ഈ ഒരു IDF ഉദ്യോഗസ്ഥർ ഇപ്പം ഏറ്റവും കൂടുതൽ ഈ ഹമാസ് തീവ്രവാദികൾ തിങ്ങിപ്പാർക്കുന്ന ഏരിയയിലോട്ട് അടുത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ തീർച്ചയായിട്ടും അവിടെ നിന്ന് ചില പ്രതിരോധങ്ങൾ വരാനുള്ള സാധ്യതയുണ്ട്, ചില പ്രത്യാക്രമണങ്ങൾ നടക്കാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അങ്ങനെ നടക്കുന്ന സാഹചര്യം കൂടി നമുക്ക് ഇതിനകത്ത് കണക്കിലെടുക്കേണ്ടതുണ്ട്. ഇപ്പോൾ IDF പറഞ്ഞിരിക്കുന്നത് ഒരു ബോംബ് പൊട്ടിത്തെറിച്ചാണ്, അതായത് IDF ഉദ്യോഗസ്ഥർ അവരുടെ ഓപ്പറേഷൻ മുന്നോട്ടെടുക്കുന്ന ഒരു അവസ്ഥയിൽ ഖാൻ യൂണിസ്, ജബാലിയ പോലത്തെ ഭാഗങ്ങളിലൊക്കെ ഓപ്പറേഷൻ മുന്നോട്ടെടുക്കുന്ന ഈ ഒരു സാഹചര്യത്തിൽ
അവിടെ പൊട്ടാതെ കിടന്ന ഒരു ബോംബ് പൊട്ടിത്തെറിച്ചാണ് ഈ ഒരു അപകടം സംഭവിച്ചതെന്നാണ് IDF പറഞ്ഞു വെക്കുന്നത്. പക്ഷേ അതിലുപരിയായിട്ട് ഹമാസ് പറയുന്നത് 3 IDF ഉദ്യോഗസ്ഥരല്ല 13 IDF ഉദ്യോഗസ്ഥർ കൊല്ലപ്പെട്ടിട്ടുണ്ട്, ഞങ്ങളാണ് അറ്റാക്ക് ചെയ്തത്. ആര്? ഹമാസാണ് അറ്റാക്ക് ചെയ്തത്. അതുപോലെ ഒരു ഹെലികോപ്റ്റർ ഏരിയൽ സർവൈലൻസിന് വേണ്ടിയിട്ട് വന്ന ഒരു ഹെലികോപ്റ്റർ ഹമാസ് അടിച്ച് വീഴ്ത്തിയതായിട്ടുള്ള ഒരു വാർത്തയും കൂടി വരുന്നുണ്ട്. ഇത് IDFന്റെ ഭാഗത്ത് വരുന്നതല്ല, ഹമാസിന്റെ സൈഡിൽ നിന്നാണ് ഈ ഒരു ക്ലെയിം വന്നിരിക്കുന്നത്. അമേരിക്ക സിറിയക്കുള്ളിൽ നടത്തിക്കൊണ്ടിരിക്കുന്ന വിഷയത്തിനെ കുറിച്ച് ഞാൻ ഇന്നലെ രാത്രി ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു, സിറിയയുമായിട്ട് ബന്ധപ്പെട്ട ഒരു വീഡിയോ. അപ്പോൾ അതിൽ സിറിയയ്ക്ക് ഒരു പെർമിഷൻ കൊടുത്തിരിക്കുകയാണ് അമേരിക്ക ഇതിനു മുമ്പ് തടഞ്ഞു വെച്ചിരുന്ന കുറേ തീവ്രവാദ സംഘടനകളുണ്ട്. ആ സംഘടനകളെയൊക്കെ സിറിയക്കുള്ളിൽ കൊണ്ടുവന്ന് HTSൽ ലയിപ്പിക്കാനുള്ള ശ്രമമാണ് അമേരിക്ക നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതായത് ഞാൻ ആ വീഡിയോയിൽ വളരെ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു, HTSന് സിറിയക്കുള്ളിലുള്ള പല സംഘടനകളെയും എതിർക്കാനുള്ള കപ്പാസിറ്റി ഇല്ല. ഈ HTS എന്ന് പറയുന്നത് ഈ ഒരു അവസ്ഥയിൽ വളരെ സ്ട്രെങ്ത് കുറഞ്ഞ രീതിയിൽ ഉള്ള ഒരു സംഘടനയാണ്. അപ്പോൾ ഇപ്പം ശരിക്കും ഈ HTSനെ പുറം രാജ്യങ്ങളിലുള്ള ഉയ്ഗൂർ മുസ്ലിംസ് പോലത്തെ ആ ഒരു കമ്മ്യൂണിറ്റിയിൽപ്പെട്ട ഈ ഫോറിൻ സംഘടനകളാണ് അവർക്ക് നാഷണാലിറ്റി കൊടുത്തതിന്റെ പേരിൽ ഈ അഹമ്മദ് അൽ ഷാറയുമായിട്ട് ചേർന്ന് നിൽക്കാൻ താല്പര്യപ്പെടുന്ന സംഘടനകൾ. ബാക്കിയുള്ള സംഘടനകളൊക്കെ ISISലോട്ട് തിരികെ പോയി ചേരാൻ തയ്യാറായിട്ടിരിക്കുന്ന ഒരു അവസ്ഥയാണ് ഇപ്പോൾ സിറിയക്കുള്ളിലുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ഏറ്റവും കൂടുതൽ നിരോധിക്കപ്പെട്ട സംഘടനകളായാലും കുഴപ്പമില്ല എന്നുള്ള രീതിയിൽ അങ്ങനെ HTSനെ സ്ട്രെങ്തൻ ചെയ്യാൻ വേണ്ടിയിട്ട് അമേരിക്ക ഫോറിൻ തീവ്രവാദ സംഘടനകൾ, നിരോധിക്കപ്പെട്ട പല സംഘടനകളും അതിനകത്തുണ്ട്, അവരെയൊക്കെ സിറിയക്കുള്ളിൽ കൊണ്ടുവന്ന് HTSൽ ലയിപ്പിക്കാനുള്ള ശ്രമമാണ് അമേരിക്ക നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇനിയിപ്പോൾ അമേരിക്ക എന്തുകൊണ്ടാണ് ഈ നിരോധിക്കപ്പെട്ട സംഘടനകളെയൊക്കെ ഇങ്ങനെ ലെജിറ്റിമസി കൊടുത്ത് സിറിയക്കുള്ളിൽ കൊണ്ടുവരുന്നത് എന്നുള്ളതിനെ കുറിച്ച് നമുക്കറിയത്തില്ല. ഇതിന് രണ്ട് വശം വേണമെങ്കിൽ നമുക്ക് ചിന്തിക്കാം. ഒരു വശത്ത് തീർച്ചയായിട്ടും അവിടെ ഒരു ക്ലാഷ് നടക്കാൻ പോവുകയാണ്. അപ്പോൾ ആ ഒരു ക്ലാഷിൽ പരസ്പരം തീവ്രവാദികൾ തമ്മിൽ തല്ലിച്ചത്തോട്ടെ എന്നുള്ള രീതിയിലുള്ള ഒരു ചിന്താഗതിയാവാം നമ്പർ 1. അപ്പോൾ അതിലൂടെ വളരെ എളുപ്പത്തിൽ തന്നെ തീവ്രവാദികളെ ഇല്ലായ്മ ചെയ്യാം, അങ്ങനെ വേണമെങ്കിൽ ചിന്തിക്കാം. ഇനിയിപ്പോൾ അതുമല്ല എന്നുണ്ടെങ്കിൽ ഈ പരസ്പരം തല്ലി അവസാനം ഒരു കൂട്ടർ വിജയിക്കും. അപ്പോൾ ആ കൂട്ടർ എന്തായാലും തീവ്രവാദ സംഘടനകൾ തന്നെ ആയിരിക്കും. അപ്പോൾ അങ്ങനെ നോക്കുമ്പോഴത്തേക്കും വൈബ്രന്റ് ആയിട്ടുള്ള ഒരു തീവ്രവാദ സംഘടന സിറിയക്കുള്ളിൽ ഭരണം പിടിക്കാനുള്ള സാധ്യതയും വളരെ കൂടുതലാണ്. അപ്പോൾ ഇത് രണ്ടായാലും സിറിയയ്ക്ക് ദോഷം തന്നെയാണ്. എന്നാൽ അമേരിക്ക എല്ലാ കാലത്തും ചെയ്യുന്ന പ്രവൃത്തി തന്നെയാണ് ഇപ്പോഴും ചെയ്തുകൊണ്ടിരിക്കുന്നതായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. ജർമ്മനി ഒരു വൈറ്റ് റിപ്പോർട്ട് പുറത്തിറക്കിയിട്ടുണ്ട്. അതായത് ഇസ്രായേലിന് ഇതിനു മുമ്പുള്ള ഗവൺമെന്റ് കൊടുത്തിരുന്ന സഹായങ്ങൾ പോലെ ഞങ്ങൾ ചെയ്യില്ല എന്നാണ് ഈ ഒരു സ്റ്റേറ്റ്മെന്റ് പറഞ്ഞു വെക്കുന്നത്. കാരണം ഈ ചാൻസലറായിട്ട് വരാൻ പോകുന്ന ആൾക്ക് ഇപ്പം തന്നെ അവിടെ ശരിക്കും ഫ്രീ ആയിട്ട് വളരെ ഇൻഡിപെൻഡൻ്റ് ആയിട്ട് പ്രവർത്തിക്കാൻ പറ്റാത്തൊരവസ്ഥയാണ് അവിടെ നിലനിൽക്കുന്നത്. കാരണം ഇതെല്ലാം ജോയിന്റ് പാർട്ടികളും കാര്യങ്ങളൊക്കെയാണ്. അത് ഒന്നാമത്തെ കാര്യം. ഇനിയിപ്പം ഈ വൈറ്റ് റിപ്പോർട്ടിൽ പറയുന്ന വിഷയം എന്ന് പറഞ്ഞാൽ ജർമ്മനി ഇസ്രായേലിന് കഴിഞ്ഞ ഒക്ടോബർ 7, 2023 ഈ ഒരു തീവ്രവാദ ആക്രമണം ഇസ്രായേലിൻ്റെ ഉള്ളിൽ നടന്നതിന് ശേഷം ഏതാണ്ട് 500,000 വർത്ത് വരുന്ന ആയുധങ്ങൾ, എമ്യൂണിഷൻസ് സപ്ലൈ ചെയ്തിട്ടുണ്ട് ഇസ്രായേലിന്. ആ ഒരു വൈറ്റ് റിപ്പോർട്ടാണ് മേഴ്സ് ഫെഡറിക് എന്ന് പറഞ്ഞ ഈ ഒരു പുതിയ ജർമ്മനി സർക്കാർ പുറത്തുവിട്ടുകൊണ്ടിരിക്കുന്നത്. ഇതിന് മുമ്പുള്ള സർക്കാരിനെ താരതമ്യം ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ ഞങ്ങൾ ഇസ്രായേലിന് ഒരുപാട് ആയുധങ്ങളൊന്നും കൊടുക്കില്ല എന്ന് പറയുന്നതിന് വേണ്ടിയിട്ടാണ് ഈ റിപ്പോർട്ട് പുറത്തിറക്കിയിരിക്കുന്നത്. പക്ഷേ എന്തായാലും ഈ ഒരു റിപ്പോർട്ട് യൂറോപ്യൻ യൂണിയനിലും നാറ്റോ രാജ്യങ്ങളെല്ലാം കൂടെ ചേർന്നിട്ട് യുക്രൈനുമായിട്ട് ബന്ധപ്പെട്ട വിഷയത്തിൽ വളരെ ഒരുമിച്ചാണ് പ്രവർത്തിക്കുന്നത്. അപ്പോൾ ആ ഒരു സംഘടന കൂട്ടായ്മയിൽ ഇതൊരു വിയോജിപ്പ് ഏർപ്പെടുത്തിയിട്ടുണ്ട് കുറേ രാജ്യങ്ങൾക്ക്. കാരണം അതിൽ കുറേ രാജ്യങ്ങൾ പാലസ്തീനെ അനുകൂലിക്കുന്ന രാജ്യങ്ങളാണ്. ഫിൻലാൻഡ് പോലത്തെ രാജ്യങ്ങളൊക്കെ പാലസ്തീനെ അനുകൂലിക്കുന്ന രാജ്യങ്ങളാണ്. അപ്പോൾ ആ രാജ്യങ്ങളെല്ലാം തന്നെ വിയോജിപ്പ് രേഖപ്പെടുത്തുന്നുണ്ട്. ജർമ്മനി ഒരു സൈഡിൽ പാലസ്തീന് വേണ്ടിയിട്ട് നിലകൊള്ളുമ്പോഴത്തേക്കും മറ്റൊരു സൈഡിൽ കൂടെ ആയുധ കച്ചവടവും നടത്തിയിട്ടുണ്ട് എന്നുള്ളൊരു വിവരമാണ് പുറത്തു വന്നിരിക്കുന്നത്. ഇപ്പോൾ അമേരിക്ക ഇന്ത്യക്ക് ഒരു താക്കീത് എന്ന് പറഞ്ഞാൽ ചെറിയ താക്കീതല്ല, വലിയ രീതിയിലുള്ള അലിഗേഷൻസുമായിട്ടാണ് മുന്നോട്ട് വന്നിരിക്കുന്നത്. അമേരിക്കയുടെ നിലപാടുകൾ നമ്മൾ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്. ഇന്ത്യയെ ഒരു ട്രസ്റ്റഡ് പാർട്ട്ണറായിട്ട് ഒരിക്കലും അമേരിക്ക കരുതിയിട്ടില്ല. പലപ്പോഴും ഇന്ത്യക്കെതിരെയുള്ള പണി അവർ കരുതി വെച്ചിരിക്കും. അപ്പോൾ ആ രീതിയിലൊരു പണി ഇപ്പോൾ അവർ നമുക്ക് തന്നിട്ടുണ്ട്. അപ്പോൾ എന്തായാലും നമ്മൾ അതിനു മുമ്പ് തന്നെ ഇറാനിലേക്ക് സാങ്ഷൻസ് കൊണ്ടുവരുന്നതുമായിട്ട് ബന്ധപ്പെട്ട് അമേരിക്കയുടെ ഉള്ളിൽ ഡിസ്കഷൻസ് വളരെ തകൃതിയായിട്ട് നടക്കുകയാണ്. കാരണം ഈ ഒരു IAEAയുടെ റിപ്പോർട്ട് പുറത്തു വന്നതിനെ ചൊല്ലിയാണ് ഇസ്രായേൽ അറ്റാക്ക് ചെയ്യാൻ റെഡിയായിരിക്കുന്ന ഈ ഒരു മൊമെന്റിൽ വളരെ ക്രൂഷ്യൽ നിർണായകമായിട്ടുള്ള ചർച്ചകളാണ് അമേരിക്കയുടെ ഉള്ളിൽ നടക്കുന്നത്. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട് ഇറാന്റെ മേളിൽ ഒരുപാട് സാങ്ഷൻസ് വരാനുള്ള സാധ്യതയുണ്ട്. അങ്ങനെ സാങ്ഷൻസ് വന്നു കഴിഞ്ഞാൽ ഇന്ത്യക്ക് ചബഹാർ പോർട്ട് ഉപയോഗിക്കാൻ പറ്റില്ല. അതാണ് ഇപ്പോൾ ഇതിനകത്തൊരു വിഷയം വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നോക്കി കാണേണ്ടത്. ഈ ചബഹാർ പോർട്ട് ഉപയോഗിക്കാൻ പറ്റത്തില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ റഷ്യയിൽ നിന്നും കുറേ സാധനങ്ങൾ നമ്മൾ അത് ത്രൂ കൊണ്ടുവരുന്നുണ്ട്. അപ്പോൾ ആ സാധനങ്ങളൊക്കെ ഏത് രീതിയിൽ ഇനി കൊണ്ടുവരും എന്നുള്ളൊരു ചോദ്യം, വലിയൊരു ചോദ്യം അവിടെ നിൽപ്പുണ്ട്. റഷ്യക്കെതിരെയും അമേരിക്ക ഉപരോധം കൊണ്ടുവന്നു കഴിഞ്ഞാൽ റഷ്യൻ സൈഡിൽ നിന്നുമുള്ള ഒരു ഇറക്കുമതി ഇന്ത്യക്ക് ചെയ്യാൻ പറ്റാത്തൊരു സാഹചര്യം വരും. പക്ഷേ ഇന്ത്യ അതിനെ മറികടന്നേ പറ്റൂ. കാരണം ഇന്ത്യ ബ്രിക്സിലെ മെമ്പറും കൂടിയാണ്. അങ്ങനെ ഇന്ത്യ
സ്വയമേ ഒരു ട്രേഡും റഷ്യയുമായിട്ടും ഇറാനുമായിട്ടൊക്കെ ചെയ്യുന്നില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് പിന്നീട് ഇന്ത്യക്ക് ബാക്ക് ഫയർ ചെയ്യാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അപ്പോൾ എന്തായാലും ഇറാൻ വിഷയം ഇന്ത്യക്ക് ഈ രീതിയിൽ ഒരു നെഗറ്റീവ് ഇമ്പാക്റ്റ് ഉണ്ടാക്കുന്ന ഈ ഒരു സാഹചര്യത്തിൽ തന്നെ വാൾ സ്ട്രീറ്റ് ജേർണൽ എന്ന് പറഞ്ഞ അമേരിക്കൻ പത്രം ഒരു വാർത്ത പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. അദാനി ഗ്രൂപ്പ് ഇറാനിൽ നിന്നും സാങ്ഷൻ ചെയ്യപ്പെട്ട LPG ചാബഹാർ പോർട്ട് ത്രൂ മുംബൈയിലെ മുദ്ര പോർട്ടിലേക്ക് കൊണ്ടുവരുന്നുണ്ട് എന്നുള്ളൊരു വാർത്തയാണ് പബ്ലിഷ് ചെയ്തിരിക്കുന്നത്. ശരിക്കും ചെറിയൊരു സ്റ്റേറ്റ്മെന്റ് അല്ല, ഇത് വലിയൊരു സ്റ്റേറ്റ്മെന്റ് ആണ്. ഈ സ്റ്റേറ്റ്മെന്റ് എന്താണ് സൂചിപ്പിക്കുന്നത് പറഞ്ഞാൽ വരും ദിവസങ്ങളിൽ ഇന്ത്യക്കും സാങ്ഷൻസ് ഏർപ്പെടുത്തും അമേരിക്ക. അത് തന്നെയാണ് നമുക്ക് ഇതിനകത്ത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നോക്കി കാണേണ്ടത്. അപ്പോൾ അതുകൊണ്ട് അദാനി ഗ്രൂപ്പ് ഇതുമായിട്ട് ബന്ധപ്പെട്ട് പ്രതികരിച്ചിട്ടുണ്ട്. അദാനി ഗ്രൂപ്പ് പറഞ്ഞിരിക്കുന്നത് ഇതൊരു ഫേക്ക് ന്യൂസ് ആണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതായത് ഈ വാൾ സ്ട്രീറ്റ് ജേർണൽ ഇതിന്റെ തെളിവ് പുറത്തുവിടണം എന്നാണ് അദാനി ഗ്രൂപ്പ് ചോദിച്ചിരിക്കുന്നത്. അതായത് വാൾ സ്ട്രീറ്റ് ജേർണൽ ഏത് പ്രൂഫിന്റെ അടിസ്ഥാനത്തിലാണ് ഇത് പബ്ലിഷ് ചെയ്തത് എന്ന് നമുക്കറിയത്തില്ല. ഒരു പക്ഷേ അമേരിക്കൻ ഗവൺമെന്റിന്റെ മോട്ടീവ് ആയിരിക്കാം. അത് ഇന്ത്യ മിണ്ടാതെ ഇങ്ങനെ ഇരിപ്പുണ്ട് പൂച്ചയെ പോലെ. അപ്പോൾ അതുകൊണ്ട് ഇന്ത്യയെ അവരുടെ പ്രതികരണം എന്താണ്, ഇന്ത്യയുടെ നിലപാട് എന്താണെന്നുള്ളത് കുറച്ചുകൂടെ വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു പ്രവൃത്തി ചെയ്തതായിട്ട് വേണമെങ്കിൽ നമുക്ക് മനസ്സിലാക്കാം. ഇറാന്റെ വിഷയത്തിൽ, റഷ്യയുടെ വിഷയത്തിൽ, ചൈനയുടെ വിഷയത്തിലൊക്കെ ഇന്ത്യയുടെ നിലപാട് കുറച്ചുകൂടെ ശക്തമായിട്ട് അമേരിക്കയോടൊപ്പം നിൽക്കണം എന്നാണ് അമേരിക്ക ആഗ്രഹിക്കുന്നത്. അപ്പോൾ ആ നിലപാടിൽ കാണിക്കുന്ന ഒരു മിതത്വം അല്ലെങ്കിൽ ആ നിലപാടിൽ കാണിക്കുന്ന സൈലൻസ് അതാണ് അമേരിക്കയെ ഡിസ്റ്റർബ് ചെയ്യുന്നതായിട്ട് പൊതുവിൽ മനസ്സിലാക്കാൻ പറ്റുന്നത്. അപ്പോൾ എന്തായാലും ട്രേഡിന്റെ കളികളൊക്കെ ഒരു സൈഡിൽ പൊയ്ക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ തന്നെയാണ് അമേരിക്ക ഇന്ത്യക്കിട്ട് ചെറുതായിട്ടൊരു പണി തരാൻ ശ്രമിക്കുന്നത്. അപ്പോൾ ഇപ്പോൾ എന്താണ് സംഭവം എന്ന് പറഞ്ഞാൽ ഇന്ത്യ അങ്ങോട്ട് പോയി സംസാരിക്കണം, അതാണ് അവർ പ്രതീക്ഷിക്കുന്നത്. അങ്ങനെ നെഗോഷിയേറ്റ് ചെയ്യാൻ പോകുന്ന സാഹചര്യത്തിൽ അവർക്ക് വേണ്ട കണ്ടീഷൻസ് ഇന്ത്യയുടെ മേളിൽ അടിച്ചേൽപ്പിക്കും. അതാ ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ, അമേരിക്കയുമായിട്ട് ഫ്രണ്ട്ഷിപ്പ് വെക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് വലിയ ബുദ്ധിമുട്ടാണ്. കാരണം അവർ പറയുന്ന രീതിയിലെല്ലാം നമ്മൾ ചാടി കളിക്കേണ്ടി വരും. ആ രീതിക്ക് അവർ നമ്മളെ കൊണ്ടുവരുത്തും. അതാണ് ഇപ്പം നടത്തിക്കൊണ്ടിരിക്കുന്നത്. അപ്പം അദാനി ഇപ്പം എന്താണ് ചെയ്തിരിക്കുന്നത് വെച്ചാൽ കേസ് ഫയൽ ചെയ്തിരിക്കുകയാണ്. വാൾ സ്ട്രീറ്റ് ജേർണൽ എന്ന് പറഞ്ഞ ആ ഒരു പത്രത്തിനെതിരെ, ഈ ഒരു സ്റ്റേറ്റ്മെന്റിനെതിരെ കേസ് ഫയൽ ചെയ്തിരിക്കുകയാണ്. അപ്പോൾ ഇനി കാര്യങ്ങൾ കോടതിയിലാണ്. അപ്പോൾ തൽക്കാലം അമേരിക്കൻ ഗവൺമെന്റിന് ഇതിനകത്ത് ഇപ്പോൾ റോളില്ല, കോടതിയാണ് ഇപ്പോൾ കാര്യങ്ങൾ തീരുമാനിക്കുന്നത്. അപ്പോൾ കേസ് കോടതിയിൽ പോകും. വാൾ സ്ട്രീറ്റ് ചാനൽ ഇതിന്റെ തെളിവ് കോടതിയിൽ സബ്മിറ്റ് ചെയ്യേണ്ടി വരും. അപ്പോൾ ആ രീതിയിലാണ് കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത്. ഇതൊക്കെ വരും ദിവസങ്ങളിൽ ചർച്ചയാകാൻ പോകുന്ന വിഷയങ്ങളാണ്. കാരണം ഇതിൽ നമ്മൾ എതിർത്ത് സംസാരിച്ചില്ല, ഇതിലിങ്ങനെ നമ്മൾ മിണ്ടാതെ ഇങ്ങനെ പോയി കഴിഞ്ഞാൽ, ഇപ്പൊ കേസൊന്നും കൊടുക്കുന്നില്ല എന്നുണ്ടെങ്കിൽ എന്താണ് സംഭവിക്കാൻ പോകുന്നത് പറഞ്ഞാൽ അമേരിക്ക സാങ്ഷൻസ് ഏർപ്പെടുത്തും, ഉറപ്പാണ്. ഈ ബൈഡന്റെ ഗവൺമെന്റ് എന്ന് പറയുന്നത് ഡെമോക്രാറ്റുമായിട്ട് ബന്ധപ്പെട്ട് ലെഫ്റ്റ് ലിബറൽസുമായിട്ടൊക്കെ ബന്ധപ്പെട്ടുള്ള വിഷയങ്ങളൊക്കെ അവിടെ ഉണ്ടെങ്കിലും ബൈഡൻ കുറച്ച് ഫ്ലെക്സിബിൾ ആണ്. പെട്ടെന്നൊന്നും സാങ്ഷൻസ് അങ്ങനെ വരില്ല. പക്ഷേ ട്രംപ് അങ്ങനെയല്ല. ട്രംപ് ഒരു വിഷയത്തിൽ സാങ്ഷൻ ഏർപ്പെടുത്തി കഴിഞ്ഞാൽ പിന്നെ തുടരെ സാങ്ഷൻസ് ഇട്ടുകൊണ്ടിരിക്കും. കാരണം ട്രംപിന്റെ സ്വഭാവം അതാണ്. അപ്പോൾ ആ രീതിയിൽ സാങ്ഷൻസ് ഇന്ത്യക്ക് വരാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അതിനെതിരെയാണ് ഇന്ത്യ ഇപ്പം കോടതിയിൽ കേസ് ഫയൽ ചെയ്ത് മുന്നോട്ട് നീങ്ങുന്നത്. ഈ വിഷയത്തിൽ നമ്മൾ ശക്തമായിട്ട് പ്രതികരിക്കണം. കാരണം നമ്മൾ ഗിവ് അപ്പ് ചെയ്യാൻ പാടില്ല. കാരണം ഇന്ത്യ എന്ത് ചെയ്യണം എന്നുള്ളത് ഇന്ത്യയാണ് തീരുമാനിക്കേണ്ടത്. ഇന്ത്യ എന്ത് ചെയ്യണം എന്നുള്ളത് അമേരിക്കയല്ല തീരുമാനിക്കേണ്ടത്. അപ്പോൾ അതുകൊണ്ട് ആ ഡിസിഷൻ പവർ ഒന്നും നമ്മൾ എവിടെയും വിട്ടുകൊടുക്കാൻ പാടില്ല. അതാണ് ഇന്ത്യയുടെ ഫോറിൻ പോളിസി തന്നെ. ഇനിയിപ്പം ഇന്ത്യ ഈ വിഷയത്തെ എങ്ങനെ ഹാൻഡിൽ ചെയ്യുന്നു എന്നുള്ളതാണ് ഇനി നമ്മൾ നോക്കി കാണേണ്ട വിഷയം. മിനിസ്ട്രി ഓഫ് എക്സ്റ്റേണൽ അഫയേഴ്സ് ഇന്ത്യൻ ഫോറിൻ പോളിസിയുടെ ഒരു സ്ട്രെങ്ത് ഇവിടെ തെളിയിക്കേണ്ടതുണ്ട്. അമേരിക്കയുമായിട്ടുള്ള ഇന്ത്യയുടെ ഫോറിൻ പോളിസി ഒരു ചാലഞ്ച് സൃഷ്ടിക്കുന്ന ഒരു സാഹചര്യത്തിൽ എത്തിപ്പെട്ടിരിക്കുകയാണ്. നമുക്ക് ഇനി കാത്തിരുന്ന് കാണാം ഇന്ത്യ ഫോറിൻ പോളിസി ഏത് രീതിയിലാണ് ഈ ഒരു ഡിപ്ലോമസി അമേരിക്കയുമായിട്ട് കൊണ്ടുപോയി ഈ ഒരു വിഷയം റിസോൾവ് ചെയ്യുന്നത് എന്നുള്ളത് കണ്ടറിയണം. ഇനിയിപ്പോൾ ട്രംപ് ഒന്നേന്ന് വീണ്ടും നെക്സ്റ്റ് ലെവൽ താരിഫ് ചൈനയ്ക്ക് മേളിൽ അപ്ലൈ ചെയ്തുകൊണ്ട് മുന്നോട്ട് വന്നിരിക്കുകയാണ്. ഇപ്പോൾ ബ്ലൂംബെർഗ് എന്ന് പറഞ്ഞ ഒരു മാധ്യമം സ്റ്റേറ്റ്മെന്റ് പറഞ്ഞത് അതായത് ഈ ഒരു ട്രേഡ് വാർ, ഈ ഒരു ട്രേഡ് അൺസർട്ടനിറ്റി ചൈന, അതായത് ചൈനയ്ക്ക് ഈ ഒരു ട്രേഡ് അൺസർട്ടനിറ്റി ഒഴിവാക്കണം എന്നുണ്ടെങ്കിൽ അത് നമ്മുടെ ചേട്ടൻ ട്രംപ് അവിടെ കാത്തിരിപ്പുണ്ട്, ഫോണിൻ്റെ അടുത്ത് തന്നെ ഇരിപ്പുണ്ട്. ജസ്റ്റ് ഷീ ജിൻപിങ് ഒരു ഫോൺ കോൾ അങ്ങ് ചെയ്താൽ മതി, ഈ ട്രേഡുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ വിഷയങ്ങളും അവിടെ റിസോൾവ് ചെയ്യാമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ കാര്യം മനസ്സിലായോ? അത് വീണ്ടും ട്രംപ് ചൈനയെ വരുതിക്ക് വരുത്താൻ വേണ്ടിയിട്ട് ഉള്ള ശ്രമമാണ്. ഇപ്പം ഇത് ഒന്നേന്ന് വീണ്ടും തുടങ്ങാണ്. അമേരിക്കയെ സപ്പോർട്ട് ചെയ്യുന്ന പല മാധ്യമങ്ങളും ഇപ്പം ഇതിങ്ങനെ എഴുതും, ഷീ ജിൻപിങ് ഇങ്ങനെ അമേരിക്കയിൽ വിളിക്കണം, മീറ്റിംഗ് ചെയ്യണം എന്നൊക്കെ പറഞ്ഞ് പല രീതിയിലും പറയും. ഇതും ഷീ ജിൻപിങ് മൈൻഡ് ചെയ്യാൻ പോകുന്നില്ല. അവസാനം ഇപ്പം സംഭവിച്ചതുപോലെ തന്നെ വീണ്ടും ഈ താരിഫും കാര്യങ്ങളൊക്കെ വീണ്ടും കുറച്ചിട്ട് അവർ വീണ്ടും പഴയതുപോലെ വീണ്ടും ചൈനയ്ക്കെതിരെ പലവിധ സ്റ്റേറ്റ്മെന്റുകളുമായിട്ട് മുന്നോട്ട് വരും. എന്നിട്ട് വേണമെങ്കിൽ ഒരു ദിവസം ട്രംപ് ഇതും കൂടി പറയും. ഏതാണ്? അതായത് നിങ്ങൾക്കറിയത്തില്ല, ഷീ ജിൻപിങ് എന്നെ ഫോണിൽ വിളിച്ചിട്ട് ഭയങ്കര കരച്ചിലായിരുന്നു, അതുകൊണ്ടാണ് ഞാൻ താരിഫ് നമ്മൾ കുറച്ച് കൊടുത്തത്. നമ്മൾ ഇത്രയും സഹായങ്ങളൊക്കെ ചെയ്തു കൊടുത്തിട്ടും വീണ്ടും ഞങ്ങളെ വഞ്ചിക്കുന്ന രീതിയിലുള്ള പെരുമാറ്റമാണ് ചൈനയുടെ കയ്യിൽ നിന്ന് ഉണ്ടായത് എന്നുള്ള സ്റ്റേറ്റ്മെന്റും കൂടി പറയും. അതിന് ഒരു മടിയും കാണിക്കാത്ത ഒരാളാണ് ഡൊണാൾഡ് ട്രംപ്.
അപ്പോൾ കുറേ വിഷയങ്ങൾ നമ്മൾ ഇതിനകത്ത് ഇപ്പം ഇന്ന് കവർ ചെയ്തിട്ടുണ്ട്. ഇതിനെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. കൂടുതൽ വിഷയങ്ങളുമായിട്ട് അടുത്ത വീഡിയോയിൽ വരാം. താങ്ക് യു സോ മച്ച്.